ഒരു പ്രകൃതി അദ്ദേഹത്തിന് നൽകും. നോക്ക്, നിങ്ങൾ എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്, എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഏത് ശത്രു, പുറത്തൊക്കെ ശത്രുവാണ്, പക്ഷേ അടുത്ത് കണ്ടെത്തിയാൽ എണീറ്റ് നിൽക്കാത്ത ഒറ്റയാളുണ്ടാവില്ല. ഞാനിപ്പോഴും ഓർക്കാറുണ്ട്, ഒരു മീറ്റിംഗില് പ്രധാനപ്പെട്ട ഒരു ചർച്ച. എന്താ ചർച്ച? നിങ്ങളെ പേര് കേൾക്കുമ്പോൾ മാത്രം എല്ലാവരും തക്ബീർ ചൊല്ലുകയാണ്. നമ്മളെ സമസ്തയുടെ ആലിമീങ്ങൾ രണ്ട് വിഭാഗം ആകുന്നതിന് മുമ്പുള്ള സമയത്ത് ചർച്ചയായി പറയുന്നത്, പഴയ കാലം. നിങ്ങൾ പേര് കേൾക്കുമ്പോ മാത്രം ഇങ്ങനെ തക്ബീർ വരുന്നത് ഒരു യോഗത്തിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്. അപ്പോൾ ഒരു ഉസ്താദ് പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, ഇന്നു മുതൽ ഞാൻ എല്ലാ മീറ്റിങ്ങുകളും പറഞ്ഞോളാം, എന്റെ പേര് കേൾക്കുമ്പോൾ ആരും തക്ബീർ ചെല്ലരുത്, ഇവരൊക്കെ പേര് കേൾക്കുമ്പോൾ തക്ബീർ ചെല്ലരുതെന്ന് ഞാൻ പറഞ്ഞോളാം. ആ വിഷയം തീരുമല്ലോ. അതിനു വേണ്ടിയിട്ട് നമ്മൾ വലിയ ചർച്ച നടത്തിയിട്ട് നേരം കളയേണ്ട കാര്യമില്ല, അതിന് നിങ്ങൾ കൂടിയിട്ട് എന്ന് പറഞ്ഞ ആ പണ്ഡിതൻ അതും കഴിഞ്ഞിട്ടൊരു മീറ്റിങ്ങിന് പോയി. അയാൾ ഇങ്ങനെ സ്റ്റേജിലിരിക്കുമ്പോഴാണ് ഉസ്താദ് ഇങ്ങനെ വരുന്നത്. ഉസ്താദിങ്ങനെ വരുമ്പോ സ്വാഭാവികമായും അറിയാതെ ആളുകൾ അങ്ങ് എണീറ്റ് നിൽക്കും. ഏത് ശത്രുക്കൾ എണീറ്റ് നിൽക്കും, എല്ലാവരും എണീറ്റുന്ന കൂട്ടത്തിൽ ഇയാളങ്ങ് എണീറ്റ്. പടച്ചവനെ, ഉസ്താദ് ഉടനെ കേറിയിട്ടു, നിങ്ങൾ എന്തായി കാണിക്കണം, നിങ്ങൾ എണീറ്റുന്ന പിന്നെ ആൾക്കാരെ എണീറ്റിക്കായിക്കോ, അത് നിങ്ങൾ ഇരിക്കുന്ന അവസ്ഥ എന്നെ പറഞ്ഞു. അതൊരു സ്വഭാവമാണ്. അല്ലാഹു ബഹുമാനിച്ചവരെ ലോകം അംഗീകരിക്കും. ഏത് സദസ്സിൽ നിങ്ങൾ ചെന്ന് നോക്കും, ബഹുമാനപ്പെട്ട ഉസ്താദിനെ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. ലോകത്തിന്റെ അംഗീകാരം ആ പണ്ഡിതനുണ്ടാകും. അതിലെല്ലാം ഉപരി സാലിഹീങ്ങളുടെ പ്രാർത്ഥനയുണ്ടാകും. നിങ്ങൾക്കറിയോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള സ്വാലിഹീങ്ങൾ, ഞാനൊരു തവണ മക്കയിലിരിക്കുകയാണ്. മക്കയിലിങ്ങനെ ചെന്നിട്ട് എന്റെ ഉമ്മയും ഞാനും തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടക്ക് പെട്ടെന്ന് ബാങ്ക് വിളിച്ചു. മക്കയിലെത്തിയെന്നതുകൊണ്ട് ജുമഅയും ജമാഅത്തും സ്ത്രീകൾക്ക് പറ്റില്ലല്ലോ. പക്ഷേ ബാങ്ക് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് പുറപ്പെടാൻ കഴിയില്ല, നല്ല തിരക്കായിരിക്കും കവാടങ്ങളിൽ മുഴുവനും. അപ്പൊ എവിടെയെങ്കിലും അവിടെ നിൽക്കണം. ആ നിൽക്കുന്ന സമയത്ത് ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കാതിരിക്കാൻ നിസ്കരിക്കുന്നതാണ് നല്ലത്. ആളുകൾ ശ്രദ്ധ കുറയാൻ വേണ്ടി അതുകൊണ്ട് നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിക്കാൻ ഒരു ഇടങ്ങനെ തേടുമ്പോൾ ഒഴിഞ്ഞ സ്ഥലമിങ്ങനെ കണ്ടു. ഒഴിവ് കണ്ടപ്പോൾ ഉമ്മങ്ങൾ തീരെ പുറത്തിറങ്ങാത്ത എന്റെ ഉമ്മയാണ്. ആദ്യമായി അന്യപുരുഷന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങുകയാണ്. ആ ഉമ്മ മെല്ലെ ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നു. പെട്ടെന്ന് പിന്നിൽ നിന്ന് യാ ഇബ്ലീസ് ഒറ്റ വിളിയാ. ഞാൻ അത് ഞെട്ടിപ്പോയി. നോക്കുമ്പോ വലിയൊരു സീറ്റ്. ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ മുന്നിൽ ആരും നിൽക്കാൻ ധൈര്യപ്പെടാത്തതുകൊണ്ട് അവിടെ ഒഴിവ് വന്നത്. ഇതൊന്നും സാധു എനിക്കറിയില്ലല്ലോ, ഞങ്ങളൊരു ഒഴിഞ്ഞ സ്ഥലം കണ്ടപ്പോ നിന്നുപോയതാ. വല്ലാത്ത ടെൻഷനായി എനിക്ക്. ഹറമിൽ വെച്ച് അതും നല്ലൊരു ഷെയ്ഖിന്റെ നാവിൽ നിന്ന് ഇബ്ലീസ് എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ പരാജയം വല്ലതുണ്ടോ? എനിക്ക് കരയാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഭയങ്കര കരച്ചിലങ്ങ് കരഞ്ഞു. ആ കരച്ചിലങ്ങ് കരയുന്ന സമയത്ത് എന്റെ ഉമ്മ നല്ലൊരു സ്ത്രീയാണ്. പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാറുള്ള സ്ത്രീയാണ്. ആ ഉമ്മ എന്നോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, അവിടെ അദ്ദേഹം കാണുന്ന ഒരു സ്ഥലത്ത് പോയിരുന്നു, അള്ളാഹു പരിഹാരം ഉണ്ടാക്കും. ഞാൻ കാണാവുന്ന ദൂരത്തങ്ങ് പോയിരുന്നു. സുബ്ഹാനല്ലാഹ്, പകല് മുഴുവനും നോമ്പാണ് അവർക്ക്. ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ ഉടനെ 3 കാരക്കയും 1 ഗ്ലാസ് സംസവും അദ്ദേഹം തന്നെ ശിഷ്യന്മാർക്ക് വിതരണം ചെയ്യും. എല്ലാവരും അത് കുടിക്കും. പിന്നെ നിസ്കാരമാണ്. എനിക്കിതും കൂടി കണ്ടപ്പോൾ വല്ലാത്ത ടെൻഷനായി. ഇത്രയും വലിയൊരാള്, ഇത്രയും ശിഷ്യന്മാർ, എല്ലാ രാജ്യക്കാരുമുണ്ട്. ഞാൻ ദൂരെ എങ്ങനെ ഇരുന്നു അന്വേഷിച്ചു നോക്കി. അദ്ദേഹം ഒരു പാകിസ്ഥാനിലെ പ്രഗത്ഭനായ ആലിമാണ്, ഒരു വലിയ മഹാനാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സഊദികളടക്കം അദ്ദേഹത്തിന് ശിഷ്യന്മാരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുന്നതോടൊപ്പം എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, കേരളം എത്ര ഭംഗിയാണ്. ഇന്നലെ ഒരു പ്രവർത്തകൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഉറൂസിന്റെ മറവിൽ ഇപ്പോഴും തെക്കൻ കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ നടക്കുന്ന തേക്കൂത്തുകൾ എത്ര വേദനാജനകമാണ്. എന്റെ ആലിമീങ്ങൾക്കത് തിരുത്താൻ കഴിയാത്തത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മോനെ നിനക്കറിയോ, നമ്മുടെ ഈ മലബാറിന്റെ ഓരോ ഗ്രാമങ്ങളിലും ഇതുപോലെ ഇസ്ലാം അംഗീകരിച്ചു
അംഗീകരിക്കാത്ത ഒരുപാട് പേക്കൂത്തുകൾ നേർച്ചയുടെയും മതത്തിന്റെയും പേരിൽ നടത്തിയിരുന്നു. അത് നടത്തിയിരുന്ന ആളുകൾ ആരാണ് നിങ്ങൾക്കറിയുമോ? അത് ബിസിനസ്സുകാരായിരുന്നു. ആ ബിസിനസ്സുകാരായ ആളുകൾക്ക് ദീനിന്റെ കാര്യങ്ങൾ അന്നത്തെ ആലിമീങ്ങൾ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടല്ല. ആലിമീങ്ങൾ പള്ളിയിൽ വെച്ച് പറയുന്നതിന് പക്ഷേ അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ സ്വീകരിച്ചു വലിയ ബഹുമാനം കൊടുക്കും. ഉസ്താദ് വലിയ ഓറ് തന്നെയാണ്, പക്ഷേ ഞങ്ങൾക്ക് അനുകൂലമായി പറഞ്ഞാലോ ഏറാണ്. അതേ സമയത്ത് ഞങ്ങൾക്കെതിരായി പറഞ്ഞാലോ അയാൾ പോകട്ടെ, അയാൾക്ക് എന്തറിയാം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന സ്വഭാവമുണ്ടായിരുന്നു. അതേ സമയത്ത് അത്തരം ആളുകൾക്കിടയിൽ നിന്ന് നമ്മുടെ ആലിമീങ്ങൾക്കിന്ന് ഞാൻ പറയുന്നത്, നമ്മുടെ ആലിമീങ്ങളിൽ വാക്ക് പറഞ്ഞാൽ ഓ വാക്കിന് അംഗീകാരമുള്ള ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ പണ്ഡിതന്മാരെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ മഹാനായ കാന്തപുരം ഉസ്താദ് വഹിച്ച പങ്കിനെക്കുറിച്ച് നമുക്കറിയാമല്ലോ. ചെങ്കൂറ്റത്തോടുകൂടി ആരുടെയും മുഖത്ത് നോക്കി ദീൻ പറയും. ഞാൻ പറയട്ടെ, ഒരു സംഭവം ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്തേ കഴിയാത്തത്? അബദ്ധത്തിൽ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ എന്നല്ലാതെ ബോധപൂർവം ഒരു ഇൽമിന്റെ കാര്യം, ഒരു ദീനിന്റെ കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ മറച്ചു വെക്കേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. ലോകം മുഴുവനും ഞങ്ങളെ കൈയൊഴിച്ചാലും അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആണത്തത്തോടുകൂടി പാവപ്പെട്ട സാധുക്കളുടെ ഭക്ഷണം കഴിച്ച് ഉസ്താദുമായി ഞങ്ങൾ പഠിച്ച ഇൽമ് തുറന്നു പറയുക തന്നെ ചെയ്യുമെന്ന് പറയാനുള്ള ചങ്കൂറ്റം കേരളത്തിലെ ആലിമീങ്ങൾക്കുന്നുണ്ട്. പറയുക മാത്രമല്ല, നേരത്തെയുള്ള ആലിമീങ്ങൾ ഇത് പറയാത്ത കുഴപ്പവുമല്ല. പക്ഷേ ആ പറഞ്ഞത് സ്വീകരിക്കപ്പെടാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ഇന്ന് മാറി. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെയും SSFന്റെയും ചൂണക്കുട്ടികൾ വന്നപ്പോ ഈ ചാലിയം മഹല്ലിൽ ഒരു ദീനീ വിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി ആരെങ്കിലും മുന്നോട്ട് വരുമ്പോ പന്നരായ ഉസ്താദ് അത് പാടില്ലെന്ന് പറഞ്ഞാൽ ആ പാടില്ലെന്ന് പറഞ്ഞതിനെതിരായി പ്രവർത്തിക്കുന്നവരെ പിടിച്ചു കെട്ടേണ്ടതുപോലെ പിടിച്ചു കെട്ടാൻ കേൾപ്പുറ്റൊരു സംഘടിത ശക്തി കേരളത്തിൽ നിന്ന് വളർന്നു വന്നിരിക്കുന്നു എന്നതാണ് നമ്മുടെ ഗ്രാമത്തിൽ ദീനി ചൈതന്യം ഇന്ന് നിലനിൽക്കുന്നത്.